ബിഗ് ബോസ് സീസൺ 6 മത്സരാർത്ഥി അഭിഷേക് ശ്രീകുമാറിൻ്റെ അച്ഛൻ അഭിഷേകിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ. അഭിഷേക് അമ്മയില്ലാത്തതിനെക്കുറിച്ച്, ആ വിഷമത്തെക്കുറിച്ച് ഒരിക്കലും ആരോടും ഒരു വിഷമങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല. അവന് അമ്മയില്ല എന്നുള്ള സിമ്പതി ആരിൽ നിന്നും കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. അവൻ്റെ അമ്മ മരിച്ചപ്പോൾ അവന് അമ്മ നഷ്ടപ്പെട്ടതിനേക്കാൾ അവൻ്റെ അനുജത്തി എന്തു ചെയ്യും എന്നാണ് അവനെ ചിന്തിപ്പിച്ചത്. അതായിരുന്നു അവനെ കൂടുതൽ വിഷമിപ്പിച്ചതും. കാരണം അവനെ അത്രയും നാൾ സ്കൂളിൽ വിട്ടതും എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും അവൻ്റെ അമ്മയായിരുന്നു. അനുജത്തിക്ക് അതൊന്നും കിട്ടില്ലല്ലോ എന്നുള്ള വിഷമം അവന് ഏറെയായിരുന്നു. ലങ്സിന് രോഗം ബാധിച്ചാണ് അവൻ്റെ അമ്മ പോയത്. രോഗം കണ്ടുപിടിച്ച് 7 മാസം മാത്രമാണ് അവൻ്റെ അമ്മ ജീവിച്ചത്. അതിനുശേഷം അവൻ്റെ അമ്മയുടെ ചേച്ചിയും മുത്തശ്ശനും മുത്തശ്ശിയുമാണ് അവനെ വളർത്തിയത്. അഭിഷേകിൻ്റെ ബാല്യകാലം അവൻ്റെ അമ്മയുണ്ടായിരുന്നപ്പോൾ കോയമ്പത്തൂരാണ് ഞങ്ങൾ ജീവിച്ചത്. അവിടെ ബിസിനസ്സായിരുന്നു ഞങ്ങൾക്ക്. അമ്മയുടെ മരണശേഷമാണ് നാട്ടിലേക്ക് വന്നത്. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെങ്കിലും അവൻ്റെ അമ്മ മരിച്ചത് അവന് ഉൾക്കൊള്ളാൻ പറ്റി. അനുജത്തിക്ക് അമ്മയുടെ സ്നേഹം കിട്ടില്ലല്ലോ എന്നതോർത്ത് വലിയ വിഷമമുണ്ടായിരുന്നു എന്ന് അച്ഛൻ എടുത്തു പറയുന്നു. വളരെ നല്ല കുട്ടിയായി അവൻ ചെറുപ്പത്തിൽ വളർന്നു. അവൻ്റെ അമ്മയുടെ നല്ല കുട്ടിയായി അവൻ നല്ല സ്വഭാവത്തിൽ ഇന്നും ജീവിക്കുന്നു എന്നത് അച്ഛൻ അഭിമാനത്തോടെ ഓർക്കുന്നു. ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. അഭിഷേകിൻ്റെ അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടാനും അവിടെ പോയി അവരെ കാണാനും ഒക്കെ സാധിച്ചത് വളരെ അഭിമാനത്തോടെയാണ് ആ അച്ഛൻ ഓർത്തെടുത്തത്. മറ്റുള്ള അമ്മമാർക്ക് അവനോടുള്ള സ്നേഹവും കരുതലും വളരെ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. അഭിഷേകിൻ്റെ മനസ്സ് നോവരുത് എന്നുള്ളതുകൊണ്ടാണ് ആ അമ്മമാർ അങ്ങനെ ചെയ്യുന്നത്. അഭിഷേകിന് യെല്ലോ കാർഡ് കിട്ടിയപ്പോൾ അഭിഷേകിൻ്റെ അനിയത്തി പറഞ്ഞു, അച്ഛാ, അച്ഛൻ്റെ മകൻ എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. അത് കേട്ടപ്പോൾ ആദ്യം ഒരു വിഷമം തോന്നി. പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ ആഗ്രഹിക്കുന്നതല്ലേ ഈ പ്ലാറ്റ്ഫോം. ഇതിൽ ഒരു ദിവസം നിൽക്കാൻ പറ്റിയാൽ അത് തന്നെ വലിയ ഭാഗ്യം എന്ന് പിന്നീട് തോന്നിയപ്പോൾ ആ വിഷമമില്ലാതായി. അഭിഷേക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണെങ്കിലും അഭിനയ മോഹമായിരുന്നു അവൻ്റെ ഉള്ളിൽ എന്ന് അറിയാവുന്നതുകൊണ്ട് അവനെ ഞാൻ മറ്റൊരു ജോലിക്കും നിർബന്ധിക്കാറില്ലായിരുന്നു. അവൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്നതായിരുന്നു എൻ്റെ ചിന്ത. മറ്റു കുട്ടികൾ വളർന്ന സാഹചര്യമല്ലായിരുന്നല്ലോ അവന്. അതുകൊണ്ട് നമ്മിൽ നിന്നും അവന് ഒരു വിഷമങ്ങളും ഉണ്ടാകേണ്ട എന്നത് ശ്രദ്ധിച്ചിരുന്നു. അഭിഷേകിൻ്റെ അച്ഛനായി അറിയപ്പെടുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ അവസരം പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് എന്ന് വീണ്ടും പറയുന്നു.